ലോകത്തെ ഏറ്റവും കൂടുതൽ ഫയറിംഗ് റേറ്റ് ഉള്ള നിലവിലെ മെഷീൻ ഗൺ പ്രവർത്തിപ്പിക്കുന്നത് അമേരിക്കയുടെ സായുധ സേനയാണ്. ഇത് മിനിറ്റിൽ 4500 റൗണ്ട് വെടിയുതിർക്കും. എന്നാൽ ഇപ്പോൾ അമേരിക്കയെ പോലും പിന്നിലാക്കി ഒരു മിനിറ്റിൽ 4,50,000 റൗണ്ട് വെടിയുതിർക്കാൻ സാധിക്കുന്ന തോക്കുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചൈനയും ചൈനയിലെ ശാസ്ത്രജ്ഞരും. ഈ ബാരേജിന് അഭൂതപൂർവമായ സാന്ദ്രതയുണ്ട്. മാക് 7 അതായത് ശബ്ദത്തെക്കാൾ 7 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ തടയാൻ കഴിയും. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു സിസ്റ്റമാണ് അമേരിക്കയുടെ ഫലാൻസ്കെ. എന്നാൽ ഇതിനെയെല്ലാം പിന്തള്ളിലാക്കി ചൈനയുടെ പുതിയ തോക്ക് എത്തുന്നു. US തോക്കിനേക്കാൾ 100 മടങ്ങ് ശക്തമാണിത്. ഹൈപ്പർസോണിക് മിസൈലുകളെ വരെ തടയാൻ ഇതിന് കഴിയും. മിനിറ്റിൽ 4,50,000 ബുള്ളറ്റുകൾ പുറപ്പെടുവിക്കാൻ ഇതിന് സാധിക്കും. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ യന്ത്ര തോക്ക് നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും. ഈ മെഷീൻ ഗണ്ണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സങ്കല്പിക്കാൻ കഴിയാത്തത്ര വിനാശകരമായ നാശം അഴിച്ചുവിടും. ഈ തോക്ക് ലക്ഷ്യമിടുന്നത് എന്തും നശിപ്പിക്കപ്പെടും. മിനിറ്റിൽ ദശലക്ഷക്കണക്കിന് ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്ന ഈ ആയുധത്തിൽ വെടിമരുന്ന് റീലോഡ് ചെയ്യുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇതിന് മധ്യ ചൈനയിലെ വ്യാവസായിക കേന്ദ്രമായ തായ്യുവാനിലെ ചൈനീസ് ഗവേഷകൻ ഒരു എളുപ്പവഴി കണ്ടെത്തി. ഇത് വീണ്ടും നിറയ്ക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കി ഡിസ്പോസിബിൾ ബാരലുകൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഓരോ തവണ വെടി ഉതിർക്കുമ്പോഴും അവ കണ്ടെയ്നറൊപ്പം മാറ്റുകയും ചെയ്യുന്നു. അതായത് ഓരോ തവണയും പുതിയ ഡിസ്പോസിബിൾ ബാരലുകളും കണ്ടെയ്നറുകളും ഉപയോഗിക്കും. അതായത് ആവർത്തിച്ചുള്ള ബാരൽ ലോഡിംഗ് കാരണം ബാരലിന്റെ ശക്തിയും കൃത്യതയും കുറയാനുള്ള സാധ്യതയും ഇത് ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ നിലവിലെ പരമ്പരാഗത യന്ത്ര തോക്കുകൾ മെക്കാനിക്കൽ ട്രിഗറുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ PLA ആർമിയുടെ സെക്കൻഡിൽ 7500 ഷോട്ടുകൾ എന്ന ആവശ്യം നിറവേറ്റാൻ ഇതിന് കഴിയില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വലിയ എണ്ണം കോയിലുകളുള്ള ഒരു ഇലക്ട്രോണിക് ട്രിഗർ സൃഷ്ടിച്ചു. ഇത് കാര്യക്ഷമതയോടെ പ്രവർത്തിപ്പിച്ചു. ഈ ഇലക്ട്രോണിക് ട്രിഗറിന്റെ ഫയറിംഗ് സമയം എന്ന് പറയുന്നത് 17.5 മൈക്രോ സെക്കൻഡ് മാത്രമാണ്. അങ്ങനെ അതിന്റെ ടെസ്റ്റിംഗ് ഡേറ്റ അനുസരിച്ച് ഈ മെഷീൻ ഗണ്ണിന് ഒരു ബാരലിന് മിനിറ്റിൽ 4,50,000 റൗണ്ടുകൾ വെടിവെക്കാൻ കഴിയുമത്രേ. 1990കളിൽ ഓസ്ട്രേലിയൻ കണ്ടുപിടുത്തക്കാരനായ മൈക്ക് ഒഡോട്ടെയർ ഒരു മിനിറ്റിൽ 1,00,000 റൗണ്ട് വെടിവെക്കാൻ കഴിവുള്ള 36 ബാരലുള്ള ഒരു പരീക്ഷണാത്മക ആയുധം നിർദ്ദേശിച്ചിരുന്നു അത്രേ. എന്നാൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഈ കണ്ടുപിടുത്തത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ആയുധം പ്രവർത്തനക്ഷമമാക്കുന്നതിന് ഓഡെയറുമായി സഹകരിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ 2006-ൽ ഈ സാങ്കേതിക വിദ്യയ്ക്കായി PLA തനിക്ക് $100 മില്യൺ വാഗ്ദാനം ചെയ്തതായിട്ടും ഓഡെയർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ചൈന അവരുടേതായ വിപുലമായ സാങ്കേതിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ആയുധം വികസിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത ചൈനയുടെ ശത്രു രാജ്യങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.